ഇറാനിൽ അടുത്തിടെയായി കൊല്ലപ്പെട്ടിരിക്കുന്നത് 2 സ്വിസ് നയതന്ത്രജ്ഞരാണ്. വലിയ ദുരൂഹത ഉയർത്തുന്ന കാര്യമാണിത്. ഇതെങ്ങനെയാണ് ഈ നയതന്ത്രജ്ഞർ കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു രാജ്യവും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലും നയതന്ത്രജ്ഞരെ വിടുകയാണ് പതിവ്. ഈ പറയുന്ന അവർക്ക് നേരെ ഒരു ആക്രമണം നടത്തുകയൊന്നും ചെയ്യില്ല. ഈ പറയുന്നത് ഒരു ആക്രമണമാണോ അതോ അപകട മരണമാണോ? ഇറാൻ ഇതിലെന്തെങ്കിലും പങ്കുണ്ടാവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. ഈ പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 വർഷത്തിനിടെ ഇറാനിൽ മരിച്ചത് 2 നയതന്ത്ര ഉദ്യോഗസ്ഥരും ഒരു വിനോദസഞ്ചാരിയും. അതോടൊപ്പം തന്നെ ഒരു എംബസി ജീവനക്കാരന് നേരെ വധശ്രമവും ഉണ്ടായിട്ടുണ്ട്. ഡെപ്യൂട്ടി അംബാസഡർ സിൽവി ബ്രണ്ണൻ മരിച്ചത് 17ാം നിലയിൽ നിന്ന് വീണാണ്. അപ്പോൾ ഈ ദുരൂഹ മരണങ്ങൾ ഇറാൻ ഭരണകൂടം അറിഞ്ഞുള്ള കൊലപാതകങ്ങളോ എന്നുള്ള സംശയം ഇവിടെ എല്ലാം ഉയരുന്നുണ്ട്. ഇറാനിൽ സ്വിസ് നയതന്ത്രൻ കൊല്ലപ്പെട്ടതായി സൂചന ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചതാണ് ഈ കാര്യം. അപ്പോൾ ഇപ്പോഴും ഒരു കൊലപാതകം നടന്നു, കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ 4 വർഷത്തിനിടെ ഈ 2 സ്വിസ് ഉദ്യോഗസ്ഥരുടെ ഒരു വിനോദസഞ്ചാരിയുടെയും ദുരൂഹ മരണങ്ങൾക്കും ഒരു എംബസി ജീവനക്കാരന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാർത്ത കൂടി പുറത്തു വരുന്നത്. അപ്പോൾ സ്വിസ് എംബസി അമേരിക്കക്കാർ ഒത്തുകൂടുന്ന കേന്ദ്രമായിട്ടാണ് ഇറാൻ കാണുന്നതെന്നാണ് ഇക്കാര്യത്തിൽ ചില റിപ്പോർട്ടുകളുള്ളത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് 2021 ടെഹ്റാനിലെ സ്വിസ് ഡെപ്യൂട്ടി അംബാസഡർ സിൽവി ബ്രണ്ണറുടെ അസ്വാഭാവികമായ മരണത്തിൽ സംശയമുണ്ട്. അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ 17ാം നിലയിൽ നിന്നാണ് വീണ് മരിച്ചത്. ബ്രണ്ണറിനെ തള്ളിയിട്ട് കൊന്നതാണോ എന്നുള്ള സംശയം ആണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇറാനിൽ ചില സ്വിസ് എംബസി ജീവനക്കാർ അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംഘടനയായ CIA വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മതഭരണകൂടം വിശ്വസിക്കുന്നതെന്നാണ് ഒരു മുൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നത്. ഇറാനിലെ ഉദ്യോഗസ്ഥന്മാർ ബ്രണ്ണറുടെ മരണം ആത്മഹത്യയാണെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. 2 വർഷത്തിന് ശേഷം തലയ്ക്കും വയറിനും ഗുരുതരമായ പരിക്കുകളോടെ ടെഹ്റാനിലെ ഒരു ഹോട്ടലിൽ ഒരു സ്വിസ് പ്രതിരോധ അറ്റാഷെ കുഴഞ്ഞു വീണിരുന്നു. അപ്പോൾ ഇതിലെല്ലാം സൂചിപ്പിക്കുന്നത് എല്ലാം ദുരൂഹമായിട്ടുള്ള മരണങ്ങളും അല്ലെങ്കിൽ കൊലപാതക ശ്രമങ്ങളുമൊക്കെയാണ്. അപ്പോൾ ഈ കുഴഞ്ഞു വീണ ആളിനെ നാട്ടിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ചുവെങ്കിലും മാസങ്ങൾക്കകം അദ്ദേഹം മരിച്ചു. ഒരു സുപ്രധാന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാണ് സ്വിസ് മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ അറ്റാഷയുടേത് സ്വാഭാവിക മരണമെന്നാണ് ഇറാൻ അധികൃതർ വ്യക്തമാക്കുന്നത്. 3 മാസത്തിന് ശേഷം 2023 സെപ്റ്റംബറിൽ ജോലി സ്ഥലത്തേക്ക് നടക്കുമ്പോൾ മറ്റൊരു എംബസി ജീവനക്കാരനും ആക്രമിക്കപ്പെട്ടിരുന്നു. കയ്യിൽ വെടിയേറ്റിട്ടും കുത്തുകൊണ്ടിട്ടും അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇറാൻ അധികൃതർ ഇതൊരു കവർച്ചാശ്രമമായിട്ടാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഇത്രയും കനത്ത സുരക്ഷയുള്ള രാജ്യ തലസ്ഥാനത്ത് ഇത് സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്വിസ് അധികൃതർ ഈ വാദം തള്ളിക്കളയുകയായിരുന്നു. ഈ വർഷം ജനുവരിയിൽ ചാരവൃത്തി ആരോപിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ട 60 വയസ്സുള്ള ഒരു സ്വിസ് വിനോദസഞ്ചാരിയെ സെംനാൻ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം ഫലം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ ദുരൂഹ മരണങ്ങളിൽ വ്യക്തത കൈവരിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഇറാനിൽ അത് സാധ്യമാണെന്ന് കരുതുന്നില്ലെന്നുമാണ് സ്വിസ് അധികൃതർ പറയുന്നത്. സിൽവി ബ്രണ്ണർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ മരിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. അതേസമയം ഇറാൻ അധികൃതർ സിൽവിയുടെ മരണത്തിൻ്റെ അന്വേഷണ ഫയൽ സ്വിസ് സർക്കാരിന് കൈമാറാൻ വിസമ്മതിച്ചിരുന്നു. കൂടാതെ അവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവരുടെ പല ആന്തരിക അവയവങ്ങളും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ബ്രണ്ണറുടെ സഹോദരനായ വിൻസെൻ്റ് ആരോപിക്കുന്നത് ഇതൊരു കൊലപാതകം തന്നെയാണെന്നാണ്. മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം തെളിവുകളുടെ അഭാവത്തിൽ ഇറാൻ അവസാനിപ്പിക്കുകയായിരുന്നു. റഷ്യ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡിനെതിരായ അവരുടെ ഇൻ്റലിജൻസ് പ്രവർത്തനം ശക്തമാക്കിയതായും സൂചനയുണ്ട്. സ്വിസ് സർക്കാരുകൾ എപ്പോഴും അമേരിക്കയുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നതെന്നാണ് ഇവരുടെ പരാതി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ദുരൂഹ മരണത്തിൽ ഈ 4 വർഷത്തിനിടെ തന്നെ ഇറാനിൽ മരിച്ചത് 2 സ്വിസ് നയതന്ത്ര ഉദ്യോഗസ്ഥരാണ്. ഒരു വിനോദസഞ്ചാരി കൊല്ലപ്പെട്ടിരിക്കുന്നു. എംബസി ജീവനക്കാരന് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട്. ഡെപ്യൂട്ടി അംബാസഡർ 17ാം നിലയിൽ നിന്ന് വീണ് മരിച്ചതിനകത്ത് ദുരൂഹത ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പുറത്തു വരുന്നത് ഈ സ്വിസ് എംബസിയെ അമേരിക്കക്കാർ ഒത്തുകൂടുന്ന കേന്ദ്രമായിട്ടാണ് ഇറാൻ കാണുന്നതെന്നാണ് ഇക്കാര്യത്തിൽ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ പറയുന്ന നമ്മൾ കേട്ടല്ലോ. അതായത് 2021 ടെഹ്റാനിലെ സ്വിസ് ഡെപ്യൂട്ടി അംബാസഡർ സിൽവി ബ്രണ്ണറുടെ അസ്വാഭാവിക മരണത്തിൽ സംശയമുണ്ട്. അന്നേ അത് സൂചിപ്പിച്ചിരുന്നു. അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ 17ാം നിലയിൽ നിന്ന് വീണ് മരിച്ചത് അത് പുറകിൽ നിന്ന് തള്ളിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ അന്വേഷണമൊന്നും എങ്ങും എത്തിയിട്ടുമില്ല. ഇറാനിൽ ചില സ്വിസ് എംബസി ജീവനക്കാർ അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംഘടനയായ CIA വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മതഭരണകൂടം വിശ്വസിക്കുന്നതെന്നാണ് ഈ മുൻ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഈ പരിക്കുകളോടെ പോകുന്ന അയാൾ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് മരിക്കുന്നു. നാട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ചെങ്കിലും പിന്നീട് മരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വിസ് പ്രതിരോധ അറ്റാഷെ കുഴഞ്ഞു വീണു.
അപ്പോൾ ഇതിലെല്ലാം സൂചിപ്പിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ നടക്കുന്നുണ്ട്. ഇവരെല്ലാം ബോധപൂർവം കൊലപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ കവർച്ചാശ്രമം, ഇതുമായി ബന്ധപ്പെട്ട് കവർച്ചാശ്രമം ഉണ്ട്. ഇത്രയും കനത്ത സുരക്ഷയുള്ള രാജ്യ തലസ്ഥാനത്ത് ഇത് സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്വിസ് അധികൃതർ ഈ വാദമൊക്കെ തള്ളിക്കളയുകയായിരുന്നു. ഏതായാലും ചാരവൃത്തി ആരോപിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ട 60 വയസ്സുള്ള ഒരു സ്വിസ് വിനോദസഞ്ചാരിയെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. അത് ജയിലിലായിരുന്നു. അപ്പോൾ മൃതദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം ഫലം ഇതുവരെ പുറത്തു വന്നു. ഈ മരണത്തിൻ്റെയൊക്കെ പോസ്റ്റ്മോർട്ടം ഫലം അതോടൊപ്പം തന്നെ ഫോറൻസിക് റിപ്പോർട്ടൊന്നും പുറത്തു വരുന്നില്ല. ഇതിൽ വ്യക്തത കൈവരിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഇറാനിൽ അത് സാധ്യമാകുമെന്ന് കരുതുന്നില്ലെന്നുമാണ് സ്വിസ് അധികൃതർ പറയുന്നത്. സിൽവി ബ്രണ്ണർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇറാൻ അധികൃതർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ദുരൂഹതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണ ഫയൽ സ്വിസ് സർക്കാരിന് കൈമാറാൻ വിസമ്മതിച്ചിരുന്നു. അതായത് അന്വേഷണ ഫയൽ പോലും ഇവർ കൊടുക്കുന്നില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കുന്നില്ല. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവരുടെ പല ആന്തരിക അവയവങ്ങളും നീക്കം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കണ്ടെത്താൻ കഴിയില്ല. അപ്പം അത് ബ്രണ്ണറുടെ സഹോദരൻ തന്നെ ആരോപിക്കുന്നു ഇത് കൊലപാതകമാണ്, കാരണം ആന്തരിക അവയവങ്ങൾ പലതും ഇല്ലാതായിരുന്നു. അപ്പം മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം തെളിവുകളുടെ അഭാവത്തിൽ ഇറാൻ സർക്കാർ അവസാനിപ്പിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് വളരെ ദുരൂഹമായിട്ടുള്ള മരണങ്ങളാണ് ഇതെല്ലാം. സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, ഇറാൻ എന്ന് പറയുന്ന ഒരു തെമ്മാടി രാജ്യമാണ്. അത് അക്രമി രാജ്യമാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത, എല്ലാവർക്കുമെതിരെ സ്വന്തം മതത്തിൻ്റെ മാത്രം ആശയങ്ങളെ പിന്തുടരുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ തലച്ചോറ് തന്നെ മതം എന്ന് പറയുന്ന മതം ഇത് പറഞ്ഞുകൊണ്ടാണ് അവരിയ്ക്കുന്നത് 24 മണിക്കൂർ. അപ്പോൾ നമുക്കറിയാം, കാശ്മീർ വിഷയത്തിലൊക്കെ ഇന്ത്യ എതിർത്ത രാജ്യമാണ്. ഈ പറയുന്ന ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ സംഘടനകൾക്ക് മുഴുവൻ ഫണ്ട് ചെയ്യുന്നവരാണ്. ഹൂത്തികളെ വെച്ച് അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നവരാണ്, സൗദിക്ക് നേരെ ആക്രമണം. എന്തിനേറെ നമ്മുടെ ഈ സൗദി അറേബ്യയിലെ മക്കയിലും അതുപോലുള്ള പുണ്യസ്ഥലങ്ങളിലൊക്കെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടവരാണ്. അപ്പോൾ അത്രയ്ക്ക് നീചമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഭീകര രാഷ്ട്രമാണിത്. സുന്നി ആയതുകൊണ്ട് മാത്രം പല രാജ്യങ്ങളെ ഇവർ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രാജ്യമായി ഇറാന് ഒരു സ്വഭാവമുണ്ട്. അവരുടെ ശത്രുക്കളെ എന്തും ചെയ്യും. ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ, അവരുടെ മതത്തിലല്ല, അവരുടെ വിശ്വാസമല്ല എന്നുള്ളതാണ്. ഇപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും അവർ പ്രവർത്തിക്കുന്നത് തീവ്രവാദം നടത്തുന്ന, അവരുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വരുന്ന ആൾക്കാരെയാണ്. അല്ലാതെ മതപരമായ ഒരു വൈരവും ശത്രുതയൊന്നും ആരോടും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പുലർത്താറില്ല. അവർ പുലർത്തുന്ന അവരുടെ രാജ്യത്തെ നശിപ്പിക്കാൻ പറ്റുന്ന തീവ്രവാദികളെ ഇല്ലാതാക്കാനാണ്. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അവരുടെ മതം പറയുന്ന സാധനം നടപ്പിലാക്കുക, സ്വർഗത്ത് പോയി യൂറിയെ കിട്ടുക, ഇതൊക്കെയുള്ളൂ. മദ്യപ്പുഴയിൽ കുടിക്കുക, ഇതൊക്കെയുള്ളൂ. അപ്പം ഇതൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് ഇവരുടെ ഈ പരിപാടികൾ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവർ അണുവായുധമുണ്ടാക്കും, ഏത് തരത്തിലേക്കും പോകും, എന്തും ചെയ്യും. അങ്ങനെ വന്നപ്പോഴാണ് അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വന്നത്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ആൾക്കാരെ വെറുതെ സംശയിച്ചിട്ടാണ് കൊല്ലുന്നത്, യാതൊരു തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഇറാന് കൃത്യമായ മറുപടി കൊടുക്കണം. ഈ ട്രംപിൻ്റെ അഴകുഴമ്പൻ നയങ്ങൾ കാരണമാണ് ഈ പറയുന്ന ഇറാനെ കൃത്യമായിട്ടുള്ള നിലയ്ക്ക് നിർത്താനുള്ള ശേഷിയുള്ള ഇസ്രായേലിന് പോലും അത് കഴിയാതെ പോയത്. അപ്പോൾ അത് മാറ്റി കൃത്യമായ നിലപാടെടുത്ത് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഈ ദുഷ്പ്രവർത്തികൾ ഇനിയും വളം വെച്ചു കൊടുക്കാതിരിക്കാനുള്ള നടപടികളിലേക്കാണ് ലോകരാജ്യങ്ങൾ നീങ്ങേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.